സുബീഷ് ഗുരുതിപ്പാലയുടെ 1001 കവിതകൾ ഭാഗം 17. ചാട്ട. വേദന കൊണ്ട് പുളഞ്ഞപ്പോഴൊന്നും മാംസം കരഞ്ഞില്ല. വേദന കൊണ്ട് സ്വയം ചുറ്റിപ്പിടഞ്ഞു വീണത് 4 അടി നീളത്തിൽ ചുറ്റപ്പെട്ട തോലിൻ്റെ അറ്റത്ത് വസ്ത്രം അഴിഞ്ഞു തുടങ്ങിയപ്പോഴാണ്. പുളിയില കഷായം. വട്ടത്തിലൊരില കൊണ്ട് കറങ്ങിത്തിരിഞ്ഞു വരുമെന്ന് കരുതിയില്ല. ബാല്യസ്മരണകളിൽ വേദനയുടെ പേരിൽ ചരിത്രമുഹൂർത്തമായത് പിന്നെയാണ്. വില്ലുവണ്ടി. ഓടി അകലുമ്പോൾ അധികാരത്തിൻ്റെ മണികിലൊക്കെ മാത്രം മതിയായിരുന്നിട്ടും കാലഭ്രമണം ചെയ്തിട്ടാണ് സ്മരണയിൽ മാത്രമായത്. കാളക്കാരൻ. ലാടം കൊണ്ട് ആയുസ് തീർക്കാൻ വിധിക്കപ്പെട്ടിട്ടും തലകുനിക്കേണ്ടി വന്നത് ലോകത്തിനു മുന്നിലാണ്. ലാടം. ഊടായിരുന്നു ലക്ഷ്യം. എന്നിട്ടും ഓടിത്തളരുന്നതിനിടയിൽ വേദന കൊണ്ട് പുളഞ്ഞപ്പോഴാണ് സഞ്ചാരപഥങ്ങളത്രയും രക്തം കൊണ്ട് കുതിർന്നതെന്ന് തിരിച്ചറിഞ്ഞത്. സുന്നത്ത്. വെട്ടി നീക്കിയതിലല്ല, പുറത്തേക്കെടുക്കുമ്പോൾ ഹൃദയം പിടയുന്ന വേദന കൊണ്ടായിരുന്നു രോദനകാലത്തിൻ്റെ സ്മരണ നിറഞ്ഞു നിന്നത്. മഹൽ. ഒന്നിച്ചൊന്ന് കാണാൻ വേണ്ടിയായിരുന്നിട്ടും എപ്പോഴാണ് സന്ദർശകരുടെ വേർപിരിവുകളുടെ പേരിൽ നഗ്നമാക്കപ്പെട്ടത്. നരകവാസി. അടക്കം ചെയ്ത ജന്മങ്ങളെ ഭാഗ്യം ചെയ്തവരെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും കുത്തിക്കീറാൻ പിന്നെയും എന്തിനാണ് ആ മണ്ണ് തന്നെ എടുത്തത്? കവറിങ്. ആവരണമായിരുന്നില്ല, വെറുമൊരു നിഴലായി മാത്രം മതിയായിരുന്നുവെന്ന തിരിച്ചറിവാണ് ജന്മം അപൂർണമാക്കി തീർത്തത്. ലോങ് ജേർണി. തിരക്കുപിടിച്ച വഴികളത്രയും സൃഷ്ടിക്കപ്പെട്ടത് മനസ്സിലൊരു ലക്ഷ്യത്തിൻ്റെ തുടർച്ചയായിരുന്നു. പിന്നെയാണ് മുന്നോട്ടുള്ള പാത തനിയെ തുറക്കപ്പെട്ടത്. വ്യത്യസ്തത. നിറങ്ങൾ പലതരത്തിലാണ്. രൂപത്തിൻ്റെ ഘടനയിലെ മാറ്റത്തിൽ തരംതിരിക്കപ്പെട്ടപ്പോഴാണ് കാഴ്ചകൾ കണ്ണുകളിലേക്ക് അതിക്രമിച്ച് കയറിയത്. ഘടന. ക്ലസ്റ്ററുകളായാണ് വരവ്. പിന്നെ അടക്കം പറച്ചിലുകളിൽ പദനുര പൊന്തി ആർത്തിമൂത്തപ്പോഴാണ് രൂപങ്ങൾ മൺമറഞ്ഞു പോയത്. ഉരുക്കുജന്മം. മർക്കടമുഷ്ടിയിൽ ആദ്യം പിറന്ന് എല്ലാം വെട്ടിപ്പിടിച്ച് ലാളിത്യത്തിൻ്റെ പാതയിൽ സഞ്ചാരം തുടങ്ങിയപ്പോഴാണ് കണക്കുകളെ അർത്ഥമുണ്ടായത്. വൃത്താവശിഷ്ടം. എപ്പോഴാണ് പൂർണ്ണമാവുകയെന്ന് അറിയാതെയാണ് മുഖങ്ങളെ പ്രസവിച്ച് വ്യത്യസ്ത തലങ്ങളിൽ പ്രതിഷ്ഠിച്ചത്. പിന്നെ വൈവിധ്യങ്ങൾക്ക് പുതിയൊരു മാനം കൈവന്നത് എപ്പോഴാണ്? വിശ്രമം. അധ്വാനം കൊണ്ട് വർണ്ണവൈചിത്ര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. വിസ്മയങ്ങളിൽ മായാജാലം വിരിയിച്ചത്. കരളുരുക്കം. എപ്പോഴാണ് ഉരുകിത്തുടങ്ങിയതെന്നറിയാതെ വന്ന വഴികളെ സ്മരിച്ചുകൊണ്ട് പ്രയാണം ആരംഭിച്ചത്. കളർ ചേഞ്ച്. മാറ്റിമറിച്ചിട്ടും എപ്പോഴാണ് വ്യത്യസ്തതയിലെത്തേണ്ട വഴികൾ പാതിയിൽ നിലയ്ക്കപ്പെട്ടത്. പെർമനൻ്റ്. ഒന്നും ശാശ്വതമല്ലെന്ന തിരിച്ചറിവ് പോയ വഴികളിൽ തട്ടിയും മുട്ടിയും വീണ് രക്തം പൊടിഞ്ഞപ്പോഴാണ്. സൈലൻ്റ് വേ. തുടക്കം ഉച്ചത്തിലാണ്, പിന്നെ മിതത്വത്തിലൂടെ പറന്ന് ഇടയ്ക്കുന്ന മാർഗതടസ്സങ്ങളിൽ കുടുങ്ങിയപ്പോഴാണ് വിജയപാത തെളിഞ്ഞത്. പ്രോഗ്രസ് കാർഡ്. എവിടെയാണ് പിഴച്ചത്? യാത്രയുടെ ആരംഭത്തിൽ കണ്ട കല്ലുകടിയാണ് രുചിഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് ആവോളം രസിക്കാൻ കാരണം. കല്ലുകടി. വെറുതെ ഒന്ന് പല്ലുകൾക്കിടയിൽ വറ്റുകൾ അതിക്രമിച്ച് കയറിയത്. പിന്നെ ദഹിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് വികാരങ്ങളെ കഴിക്കാൻ തുടങ്ങിയത്. നിർവികാര ബ്രഹ്മം. ഒന്നും അറിയാതെയല്ല സഞ്ചാരപഥങ്ങളിൽ പുനഃസൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെയാണ് സത്യവും അസത്യവും ചേർന്ന് കൂടാരം തീർത്തതും അവിടെയാണ്.